friends, now we can discuss about the importance of management accounting. Need, importance, uses or advantages of management accounting. നമ്മൾ ഓൾറെഡി ഇപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ സ്കോപ്പ് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ഡിഫറൻസസ് പറഞ്ഞു. Then next one is need, importance or uses of management accounting. First one, management accounting helps in proper planning. അല്ലെ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ്. നമ്മൾ മുന്നേ കൂട്ടി കാര്യങ്ങൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. പ്ലാനിങ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് മാനേജീരിയൽ ഫംഗ്ഷൻ. അല്ലെ, ആ മാനേജീരിയൽ ഫംഗ്ഷൻ ആണ് പ്ലാനിങ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ഈസ് പ്ലാനിങ്. ഈ പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ദെൻ അതിനുപയോഗിക്കുന്ന ഒരു ടൂൾ ആണ്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം, ബഡ്ജറ്റിംഗ്. Budgeting is a financial plan for a definite period of time. Then the next one is effective control. Management accounting helps in effective control. What do you mean by control? Control is the process through which we can assess the performance or assessing the objectives are achieved or not. ഈ കൺട്രോളിംഗ് വഴിയായിട്ടാണ് നമ്മൾ നമ്മുടെ ഓർഗനൈസേഷൻ അതിന്റെ ഗോളുകൾ അച്ചീവ് ചെയ്തു എന്ന് നമ്മൾ നോക്കുക. അതാണ് ഇഫക്റ്റീവ് കൺട്രോൾ. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഫെസിലിറ്റേറ്റ് ഇഫക്റ്റീവ് കൺട്രോൾ. അതിന് ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. ഒരു ടൂൾ എന്ന നിലയ്ക്ക് മാത്രം നമ്മൾ ഇവിടെ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. Then the next one, management accounting increased efficiency. മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് കൺസിഡേഴ്സ് ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. വാട്ട് ആർ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്? Qualitative factors are those which are measurable, which are not measurable in terms of money. What do you mean by quantitative factors? Quantitative factors are those which are measurable in terms of money. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും, both qualitative factors and quantitative factors are also taken into account in management accounting. So it involves all factors. So ഇത് എല്ലാത്തിന്റെയും അല്ലെ, എല്ലാ ക്വാളിറ്റേറ്റീവ് ഫാക്ടറിൽ വരുന്നതാണ് മെൻ. ബാക്കി എല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആണ്. മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറി ആർ ദ മെത്തേഡ്സ് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അല്ലെ, 5 M's ഇൻ പ്രൊഡക്ഷൻ ആണ്. ഇതൊക്കെ നമുക്കറിയാം. ഈ 5 M'സില് മെൻ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ഫാക്ടർ ആണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആണ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, മാക്സിമം ഇഫക്റ്റീവ്ലി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി ഉണ്ടാകുന്നു. Then the next one, measurement of performance. Measurement of performance. Management accounting facilitates measurement of performance. എന്ത് പെർഫോമൻസ് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്? മെന്നിന്റെ പെർഫോമൻസ്, മണിയുടെ പെർഫോമൻസ്, മെറ്റീരിയൽ, മെഷീനറി, ഈ ഫാക്ടേഴ്സ്, ഈ റിസോഴ്സസ് എത്രമാത്രം യൂട്ടിലൈസ് ചെയ്തു എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, that is measurement of performance. It is possible only through management accounting because management accounting consists of qualitative and quantitative factors. Then the next one, maximizing profitability. How it will be possible? Management accounting brings maximum profitability. എങ്ങനെയാണ് ഇത് സാധിക്കുക? മാക്സിമം പ്രോഫിറ്റബിലിറ്റി എങ്ങനെ സാധിക്കും? മാക്സിമം പ്രോഫിറ്റബിലിറ്റി സാധിക്കും കാരണം എന്താണ്? ആൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. മെൻ ആയാലും, മണി ആയാലും, മെറ്റീരിയൽ ആയാലും, മെഷീനറി ആയാലും എല്ലാം തന്നെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂടുന്നു. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ആൾ റിസോഴ്സസ് ലീഡ്സ് ടു profitability. Then next one is increase in production. നമ്മൾ പറഞ്ഞല്ലോ already all factors of production, that is land, labor, capital and organization, നമ്മളെല്ലാം ഇഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ we can increase our production. Then quick decision making. This is one of the another
another important functions of management accounting or management, that is quick decision making. A manager has to take a lot of decision every day. നമുക്കറിയാം managers are busy in their work. They have to take a lot of decision. ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുണ്ട്. ഒരു ദിവസം തന്നെ നമ്പർ ഓഫ് ഡിസിഷൻസ് ആണ് അവർ എടുക്കുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഡിസിഷൻ മേക്കിംഗ്. ഈ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആരാണ്? മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് അല്ലെ. അപ്പൊ അതാണ് ഇതിനകത്ത് പറയുന്നത്, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഈസ് പോസിബിൾ ത്രൂ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. Then the next one is improves standard of living among people. പീപ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇംപ്രൂവ് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ പീപ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക? നമ്മൾ പറഞ്ഞു effectively utilized all resources of production. What are they? Men, money, material, machinery എല്ലാം നമ്മൾ effectively utilize ചെയ്യുന്നു. This leads to result in increase in production. Increase in production leads to increase in profitability. Increase in profitability leads to reduction in price. So these are all leads to improve the standard of living. അതായത് നമ്മൾ എല്ലാ റിസോഴ്സസും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു, വേസ്റ്റേജ് കുറയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഫേമിന്റെ എഫിഷ്യൻസി കൂടുന്നു അല്ലെ. ദസ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ പ്രോഫിറ്റബിലിറ്റി. ഫേമിന് പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ കഴിയുമെങ്കിൽ ഫേമിന് പ്രൈസ് കുറച്ച് സാധനങ്ങൾ വിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വിൽക്കാൻ സാധിക്കുമ്പോൾ കസ്റ്റമേഴ്സിന്റെ കൺസംഷൻ പാറ്റേണിൽ ചേഞ്ച് വരും. അവർക്ക് ഒരുപാട് കൺസംഷൻ ചെയ്യാനൊക്കെ സാധിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പീപ്പിളിന്റെ മൊത്തത്തിലുള്ള ക്വാളിറ്റി പ്രോഡക്ട്സ് റീസണബിൾ പ്രൈസിൽ അവർക്ക് കിട്ടും. അങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. Now we can summarize our topic, the importance of management accounting. First one, management accounting facilitate proper planning through budgeting. Second one, effective control. Management accounting facilitate effective control. How it can be possible? Control means assessing the objectives are achieved or not. For this purpose, we can use standard costing. Then the next one is increased efficiency. All factors are resolved. All factors are utilized effectively. This leads to efficiency. Then the next one, measurement of performance. Both qualitative and quantitative factors performance are evaluated under management accounting. The next one, maximum profitability. We can reduce the cost of production. It leads to maximum profitability and avoids the wastage of all kinds of factors of production. Then the next one, increase in production. We can reduce the cost of production and increases the efficiency of all factors. This leads to increase in production. The next one is quick decision making. Decision making is one of the important functions performed by the management. Management accounting provides a lot of information to manager for the decision making process. Then the next one, improve standard of living. Improve standard of living means the people are consumers, employees. They are also it improves the standard of living among people. So these are the importance of management accounting.